നിന്റെ പാപങ്ങൾക്കൊത്ത് നിന്നെ ശിക്ഷിക്കുവാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. യേശു കരുണയുടെയും സ്നേഹത്തിൻ്റെയും ദൈവമാണ്, മനസ്സലിവുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, നമ്മോട് ദയ കാണിക്കുന്നവനാണ്. നമ്മുടെ ബലഹീനതകളും കുറവുകളും അറിയുന്ന യേശു ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമുക്ക് ദൈവഭക്തിയിലേക്ക് മടങ്ങി വരാം. ആഴമായൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. നഷ്ടപ്പെട്ടുപോയ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ കൂടുതൽ വചനം വായിക്കുവാൻ സമയം കണ്ടെത്തണം. കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ എല്ലാ ദിവസവും ഒന്ന് ധ്യാനിക്കാൻ ഒന്ന് സമയം കണ്ടെത്തുക. അതുമാത്രം പോരാ, നിശബ്ദതയിൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ നിങ്ങൾ തയ്യാറാവണം. നമുക്കൊക്കെ വലിയൊരു ആത്മീയ വളർച്ച ഉണ്ടാവണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവണം. ദൈവഭക്തിയിൽ കഴിയുന്നവനെ ദൈവത്തിൻ്റെ ആത്മാവ് നയിച്ചുകൊണ്ടേയിരിക്കും. പാപം ചെയ്ത് ചെയ്ത് ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവന് വലിയ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. പാപം മറച്ചു വയ്ക്കുന്നവനും പാപത്തിൻ്റെ സുഖങ്ങളിൽ നിരന്തരമായിട്ട് മുഴുകി ജീവിക്കുന്നവരും അതിൻ്റെ ദുരിത ഫലങ്ങൾ മുഴുവൻ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. നീ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കണം. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവയ്ക്കാനുള്ള ഒരു തീവ്രമായ ആഗ്രഹമുള്ളിലുണ്ടാവണം. സ്വർഗത്തിലെ നിക്ഷേപത്തിൻ്റെ ആ വലിയ വില നമ്മൾ തിരിച്ചറിയണം. പാപവഴികൾ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ വഴികൾ നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ 50 ദിവസങ്ങളിൽ എത്രമാത്രം നന്മകൾ ചെയ്യാമോ അത്രമാത്രം നന്മകൾ നമുക്ക് ചെയ്യണം. അതുമാത്രമല്ല, ഏതെങ്കിലും വ്യക്തികളോട് വൈരാഗ്യമുണ്ടെങ്കിൽ അത് ക്ഷമിച്ച് രമ്യതപ്പെടണം. ഹൃദയങ്ങൾ കൊണ്ട് എല്ലാവരുമായിട്ട് രമ്യതപ്പെടുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ 50 ദിവസത്തെ നോമ്പിലൂടെ ആഴമായ ഒരു ആന്തരിക വിശുദ്ധീകരണവും ഒരു ആത്മീയ ചൈതന്യവും ഒരു പുത്തൻ ഉണർവ് നമുക്ക് പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് വേണം നമുക്ക് മുൻപോട്ട് ആത്മീയ ജീവിതം കുതിച്ചു പായുവാൻ. ചില വ്യക്തികൾക്ക് കുമ്പസാരം എന്ന കൂദാശയോട് വലിയ താല്പര്യമൊന്നുമില്ല. ചിലർ പറയുന്ന ഒരു മുട്ടായി യുക്തി ഇതാണ്: ഞങ്ങൾ പാപമൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് ഒരിക്കലും ശരിയല്ല. പാപം ചെയ്യാത്തവരായിട്ടാരുമില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പാപങ്ങൾ എല്ലാവർക്കുമുണ്ട്. നീതിമാൻ പോലും 7 തവണ വീഴുന്നുവെന്നാണ് പറയുന്നത്. അപ്പം പാപിയുടെ ദുഷ്ടൻ്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മൾ നമ്മളെ തന്നെ സ്വയം ന്യായീകരിച്ചുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, എന്നിൽ പാപമില്ല, ഞാൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ഞാൻ പറയുന്നതൊക്കെ ശരിയാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന ഒരു തലത്തിൽ മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അതൊരു ശരിയായ കാര്യമല്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. എല്ലാം നമുക്ക് ദൈവം ദാനമായിട്ട് നൽകിയ ആരോഗ്യവും സമ്പത്തും കഴിവുകളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമ്മളിലെ കുറവുകൾ നമ്മൾ അംഗീകരിക്കണം. നമ്മൾ പാപമുണ്ടെന്ന് നമ്മൾ സമ്മതിക്കാൻ തയ്യാറാവണം. എളിമപ്പെടുവാനായിട്ട് തയ്യാറാകണം ദൈവത്തിൻ്റെ സന്നിധിയിൽ. നമ്മൾ വായിക്കുന്നുണ്ട് ജെറമ്യ 2-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനം. ശക്തമായ ഒരു തിരുവചനമാണ്. ഇതൊക്കെയായിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവിടുത്തേക്ക് എന്നോട് യാതൊരു കോപമില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. എത്ര ലാഘവത്തോടെ നീ വഴിമാറി നടക്കുന്നു.
ഇതൊക്കെ ആയിട്ടും ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. കണ്ടോ, സ്വയം നീതീകരിക്കുക. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. ഇതൊരു ശരിയായ കാഴ്ചപ്പാടല്ല. അവിടുത്തേക്ക് എന്നോട് ഒരു കോപമില്ല, അവിടുത്തേക്ക് എന്നോട് ഒരു കോപവുമില്ല എന്ന് നീ പറയുന്നു. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞതുകൊണ്ട് നിന്നെ ഞാൻ കുറ്റം വിധിക്കും. കാരണം നീ പറഞ്ഞത് കള്ളമാണ്. പാപം ചെയ്തിട്ടില്ല എന്ന് നീ പറഞ്ഞത് കള്ളമാണ്. പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കുറ്റം വിധിക്കും. ന്യായാസനത്തിന് മുൻപിൽ നീ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് സ്വയം നമ്മളെ ന്യായീകരിക്കുന്ന, ഞാൻ എന്തൊക്കെയോ ആണെന്ന് ഭാവിക്കുന്ന ഓരോ വ്യക്തികളും ഒന്ന് എളിമപ്പെടുവാനായിട്ട് തയ്യാറായിക്കൊള്ളുക. ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പാപിയാണ്, അപരാധങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയി, എന്നോട് കരുണയാകണം. ഈ ഒരു മനസ്സാണ് നമുക്കുണ്ടാവേണ്ടത്. ദൈവത്തെ മറന്നുള്ള ജീവിതം, നിനക്ക് വേണ്ടി പീഡ സഹിച്ച് കുരിശിൽ മരിച്ച് രക്തം ചൊന്തി നിന്നെ വീണ്ടെടുത്ത യേശുവിനെ വീണ്ടും വീണ്ടും നീ വേദനിപ്പിക്കരുത്. അവിടുത്തെ കുരിശിൻ്റെ മുൻപിൽ മുട്ടുകുത്തുന്ന അവിടുത്തെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. നമുക്ക് പറയാം, യേശുവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ പാപിയ, എനിക്ക് മാപ്പ് തരണം. കർത്താവിൻ്റെ ആ മുറിവുള്ള കാൽപാദത്തിലൊന്ന് പിടിച്ചേ, എന്നിട്ട് പറഞ്ഞ്, കർത്താവെ, തെറ്റ് പറ്റിപ്പോയി, മാപ്പ് തരണം. പാപങ്ങൾ മറച്ചു വെക്കരുത്. ഏറ്റുപറയുക. ആരോടെങ്കിലും ഹൃദയത്തിൽ കടുത്ത വൈരാഗ്യവും വെറുപ്പും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കുക. ദൈവവുമായിട്ടും സഹോദരങ്ങളുമായിട്ടും രമ്യതപ്പെടുക. ഈ നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണ്. ഹൃദയതലങ്ങളിൽ എല്ലാവരുമായിട്ട് രമ്യതപ്പെട്ടുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ 50 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആധ്യാത്മിക ജീവിതത്തിൽ അടുത്ത ഒരു പടിയിലേക്ക്, ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഉയർന്ന പടിയിലേക്ക് കടന്നു വരാൻ നിനക്ക് സാധിക്കണം. അത് ഈശോ ആഗ്രഹിക്കുന്നു. പത്രോസ് വീണുപോയി, പത്രോസ് എഴുന്നേറ്റു. ഹല്ലേലൂയ. യൂദാസ് വീണുപോയി, യൂദാസ് ജീവിതം അവസാനിപ്പിച്ചു. വീണുപോവുക സ്വാഭാവികമാണ്. വീണാൽ എഴുന്നേൽക്കുക, അതാണ് വിവേകം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കരങ്ങളിൽ ഇതാ കർത്താവ് പിടിക്കാൻ കരങ്ങൾ നീട്ടിപ്പിടിച്ചിരിക്കുക. വീണവരെ അവൻ താങ്ങി എഴുന്നേൽപ്പിക്കും. നീ എത്ര കൊടും പാപിയാണെങ്കിലും അവൻ നിന്നെ ചങ്കോട് ചേർക്കും. അവൻ്റെ ചങ്കിലെ ചോര കൊണ്ട് നിന്നെ കഴുകും. ഉപേക്ഷിക്കത്തില്ലെന്നേ, ഒരിക്കലും തള്ളിക്കളയത്തില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ പാപങ്ങൾ, എൻ്റെ അപരാധങ്ങൾ പൊറുക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്ത പാപങ്ങൾ, ഞങ്ങളുടെ പിതാക്കന്മാർ പൂർവികർ ചെയ്ത അകൃത്യങ്ങൾ, തിന്മകൾ പൊറുക്കണമേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ ചോര കൊണ്ട് ഞങ്ങളെ കഴുകണം. അന്ധകാര ശക്തിയുടെ ആധിപത്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. പാപത്തിൻ്റെ ആസക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവേ, നിറയണമേ. പാപജീവിതം ഉപേക്ഷിക്കുവാനുള്ള ശക്തി കൊടുക്കണമേ. ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവജനം നിറയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാത്താൻ്റെ ആധിപത്യങ്ങളെ തകർത്ത് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിൻ്റെ ജനം സ്വതന്ത്രമാവട്ടെ. ജെറമ്യ 40:4, നിന്റെ കൈകളിൽ നിന്ന് ചെങ്ങലകൾ ഞാൻ അടിച്ചു മാറ്റുന്നു. സാത്താനിട്ടിരിക്കുന്ന പാപത്തിൻ്റെ ശാപത്തിൻ്റെ ചെങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ തകർക്കുന്നു. ദൈവത്തിൻ്റെ മക്കൾ സ്വതന്ത്രരാവട്ടെ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി കൊണ്ട് ജനം നിറയട്ടെ. ഒരു ഉണർവിൻ്റെ ആത്മീയ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.